ടു ജോബീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ എങ്ങനെ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. ഞാൻ 50 ഗ്രാം പരിപ്പാണ് എടുക്കുന്നത്. പിന്നെ അല്പം വെളിച്ചെണ്ണ വേണം, അല്പം വെള്ളം വേണം. ഇത് നന്നായി കഴുകി വാരി വെച്ചിരിക്കുന്ന പരിപ്പാണ്. ഇത് നമ്മൾക്കൊരു ചെറിയ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 4-5 പേർക്കുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പരിപ്പ് തിളച്ച് വിസിലിൽ കൂടിയൊക്കെ പോരാതിരിക്കാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ആദ്യത്തെ ഒരു വിസിൽ കേട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 2-3 വിസിലും കൂടിയും അടുപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മുടെ പരിപ്പ്. ഇനി സാമ്പാറിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസുകൾ നോക്കാം. നമ്മൾക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറി വെജിറ്റബിൾസ് വേണം. അതിനകത്ത് ഉരുളക്കിഴങ്ങും വെണ്ടക്കായും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് അല്പം വെള്ളം വേണം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, പിന്നെ താളിക്കാൻ വേണ്ടി അല്പം കടുകും 2 വറ്റൽമുളക്, കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതുകൂടാതെ നമ്മൾക്ക് അല്പം കറിവേപ്പിലയും വേണം, അല്പം മല്ലിയിലയും വേണം. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. നമ്മൾക്കിതെല്ലാം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്ത നമ്മുടെ വെജിറ്റബിൾസാണ്. ഇതെല്ലാം ഒന്ന് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തീരെ ചെറുതാവാനും പാടില്ല, എന്നാൽ ഒരുപാട് വലുപ്പവും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു സൈസിൽ നമ്മൾക്ക് നമ്മളുടെ വെജിറ്റബിൾസിനെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ വെണ്ടക്കായും തക്കാളിയും കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. നമ്മൾ സ്റ്റാർട്ടിങ് വേവിക്കുന്നത് ഇത് രണ്ടും ഒഴിച്ചുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മുരിങ്ങാക്കോൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വെറുതെ അതിൻ്റെ ആ തോല് ഒന്ന് ചീമ്പി കളഞ്ഞാൽ മതി. കത്തി കൊണ്ട് 2 ചീമ്പി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോയി കഴുകിയെടുത്താൽ വൃത്തിയാവും. നമ്മളതിൻ്റെ നാരൊക്കെ കളയുകയാണെങ്കിൽ സാമ്പാർ വെന്ത് വരുമ്പോൾ മുരിങ്ങാക്കോൽ കലങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി. നമുക്ക് വെണ്ടയ്ക്കയും അതിൻ്റെ ഞെട്ടും വാലൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണിച്ചെടുക്കാം. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ മൂക്കാത്ത വെണ്ടയ്ക്ക, അതിൻ്റെ ആ ഞെട്ടിൻ്റെ എതിർവശത്തെ സൈഡ്, അതായത് വാല് ഒന്ന് ഒടിച്ച് നോക്കിയാൽ നമുക്ക് വെണ്ടയ്ക്ക മൂത്തതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ വെണ്ടയ്ക്കയും തക്കാളിയും നമ്മൾക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് പ്രഷറൊക്കെ പോയി നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് ഈ പരിപ്പ് നല്ലോണം ഉടച്ച് പായസം പോലെ ആക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും. ഇതിനകത്തേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ഒഴിച്ചുള്ള ബാലൻസ് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കഴുകിയെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. വെള്ളം നമ്മൾക്ക് അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്, നമ്മളുടെ സാമ്പാറിന് കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, അല്പം മല്ലിപ്പൊടി 1/2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ വേണ്ട ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ സാമ്പാർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾക്കത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. വെറുതെ അടപ്പ് മുകളിൽ വെച്ചാൽ മതി, ടൈറ്റ് ആക്കണ്ട. അടപ്പ് മുകളിൽ വെറുതെ അടപ്പ് വെച്ച് നമുക്ക് ബോയിൽ ചെയ്തെടുത്താൽ മതി. കാരണം ഇതിനകത്ത് നമുക്കിങ്ങനെ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇടുകയാണുണ്ട്. അപ്പോൾ ഇതേമാതിരി വെറുതെ മുകളിൽ വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ സാമ്പാർ കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾക്ക് വെണ്ടയ്ക്കയും തക്കാളി ഇട്ട് അതും കൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് താളിക്കാനുള്ള മസാലകൾ നോക്കാം. സാമ്പാർ പൊടി എടുക്കുക, കുറച്ച് 1/2 സ്പൂൺ മുളക് പൊടി എടുക്കുക, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് താളിക്കാൻ വേണ്ട മസാലകൾ. അപ്പോൾ
അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി നമുക്ക് പരുവം നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി തിളച്ച് വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി തീരുന്നതോടുകൂടി നമ്മളുടെ ഗ്യാസ് അത് ഓഫ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ബർണർ ഓഫാക്കി നമ്മൾക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 കറിവേപ്പില ഇട്ടെടുത്ത് ഒന്ന് ഇളക്കാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ അതും ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ താളിപ്പൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പുളി ചേർക്കുകയാണ്. ഇപ്പോൾ തക്കാളി ഇടുന്നതുകൊണ്ട് ഞാൻ ഈ സാമ്പാറിൽ പുളി ചേർക്കുന്നില്ല. പുളി കൂടുതൽ വേണ്ടവർക്ക് പുളി ഈ സമയത്ത് തീ ഓണാക്കിയിട്ട് പുളി ഒഴിച്ച് തിളപ്പിച്ച് റെഡിയാക്കാം. അതിനുശേഷം നമ്മൾക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് തിളച്ചതിന് ശേഷം ഓഫാക്കിയിട്ട് നമുക്ക് മല്ലിയില ഇടാൻ പാടുള്ളൂ. ഒരല്പം ശർക്കര പൊടിച്ചതും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിനകത്തേക്ക് നമ്മൾക്ക് അല്പം കായപ്പൊടിയും ഒരു അല്പം തൂവി കൊടുക്കാം. നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.